ഞാൻ എൻ്റെ കുക്കർ ഹുഡ് ഫിൽറ്റർ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാണ്. ഫിൽറ്റർ ഒന്ന് തുറന്ന് നോക്കിയപ്പം ഫിൽറ്റർ ഷീറ്റിൻ്റെ കളറാകെ മാറിയിട്ടുണ്ട്. മാത്രമല്ല മെഴുക്കുമുണ്ട്. അതിനർത്ഥം അത് ചേഞ്ച് ചെയ്യാൻ സമയമായി എന്നാണ്. അപ്പോൾ ഫിൽറ്റർ ഷീറ്റിനെ കളഞ്ഞിട്ട് ഫിൽറ്ററിനെ ചൂടുവെള്ളത്തിൻ്റെ അകത്തിലോട്ടൊന്ന് മുക്കി വെച്ചു. എന്നിട്ട് ഒരു 3-4-5 ഡിഷ് വാഷിംഗ് ടാബ്ലറ്റും കൂടെ ഇട്ട് പിന്നെ കുറച്ചും കൂടെ ചൂടുവെള്ളം അതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു. ഒരു 20 മിനിറ്റ് അതങ്ങനെ സോക്ക് ചെയ്ത് കിടക്കണം. ആ നേരം കൊണ്ട് കുക്കർ ഹുഡിൻ്റെ ഉൾഭാഗവും പുറമേയും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഗ്രീസ് പോകുന്ന പോലത്തെ എന്തെങ്കിലും ഒരു സ്പ്രേയോ ഡിഷ് വാഷിംഗ് ലിക്വിഡോ സോപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. മെഴുക്കെല്ലാം നല്ലതുപോലെ ഉണ്ടാവും ഉൾപ്പിള്ളിൽ. അതെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മളിത് റീപ്ലേസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് വെറുതെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഫിൽറ്റർ ഷീറ്റ് മാത്രം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെൻറ്റിലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. മെഴുക്കെല്ലാം അടിഞ്ഞുകൂടി ഭാവിയിൽ ഒരു സേഫ്റ്റി ഇഷ്യൂ ആയിട്ട് അത് മാറുകയും ചെയ്യും. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിയുന്ന സമയം കൊണ്ട് നമ്മുടെ ഫിൽറ്ററും ക്ലീൻ ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ബ്രഷ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി ഉണക്കിയെടുക്കണം. ഇതാണ് ഫിൽറ്റർ ഷീറ്റ്. ഫിൽറ്റർ ഷീറ്റ് ഫിൽറ്ററിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതിൽ തന്നെ മാർക്കിംഗ് കൊണ്ടും ഏത് ഭാഗമാണ് താഴെ പോകേണ്ടത്, ഏത് ഭാഗമാണ് മുകളിലോട്ട് വേണ്ടതെന്ന്. അപ്പോൾ അത് മാർക്കിങ്ങിനനുസരിച്ച് അത് വെക്കുക. എന്നിട്ട് ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതോടെ നമ്മുടെ ഒരു ഫിൽറ്ററിങ് സിസ്റ്റം എക്സോസ്റ്റ് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും.